ഹലോ, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ? എന്നാൽ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ആയാലോ? അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറ് തിളപ്പിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കോലവും 10-12 കുരുമുളകും 2 കറുവപ്പട്ടയും 4 ഏലക്കായും 3 ബേ ലീവ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം വേറൊരു പാനിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്കൊരു 10 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഇതൊന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. 7 സവോളയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം സവോള നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നമ്മൾ സവോള വഴറ്റാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നായിരുന്നു. ഞാൻ അതിലേക്ക് 1.5 കപ്പ് ജീര റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നു. ഞാനപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ചോറിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഈ സമയം നമ്മുടെ തക്കാളി സവോളയും നല്ലപോലെ വഴന്ന് വന്നായിരുന്നു. ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ സവോള വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ടും ഇടണമെന്നില്ല. നമ്മുടെ ടേസ്റ്റിന് മസാലയൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും അല്ല ചേർക്കുന്നത്, കുറച്ചായിട്ട് ചേർക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് കുറുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ഗ്രേവി നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കഷ്ണത്തിലേക്കെല്ലാം ഗ്രേവി നല്ലപോലെ പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 5 to 10 മിനിറ്റ്സ് നമുക്കതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ദേ ചിക്കനിലേക്ക് ഗ്രേവിയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു സ്റ്റീമറിലേക്ക് ഒരു ലെയർ ചോറും 1 ലെയർ ചിക്കനുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്താണ് കേട്ടോ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്